ദോഡാപേട്ടക്കുന്നിലെ കാഴ്ചകളെല്ലാം കണ്ട് താഴേക്ക് ഇറങ്ങിയപ്പോൾ നമുക്ക് കിട്ടിയത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കുള്ള ബസ്സായിരുന്നില്ല. ബൊട്ടാണിക്കൽ ഗാർഡനായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷെ നമുക്ക് ബസ് കിട്ടിയത് ബെഞ്ച് മാർക്ക് ചോക്ലേറ്റ് ഫാക്ടറി കാണാനാണ്. അവിടെ തന്നെ ടീ ഫാക്ടറി ഉണ്ടെന്നാണ് കേട്ടത്. ഏതായാലും കയറി നോക്കാം. പാസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കയറി നോക്കാം. ഇന്ത്യാസ് ഫസ്റ്റ് ലൈവ് ചോക്ലേറ്റ് ഫാക്ടറി എന്നൊക്കെ പരസ്യം കൊടുത്തിട്ടുണ്ട്. എന്തായാലും അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് കയറി നോക്കിയേക്കാം. പാസ്സൊക്കെ ഉണ്ട് കേട്ടോ. 30 രൂപയാണ് ചോക്ലേറ്റ് ഫാക്ടറി കാണാനായിട്ട് നമ്മളിന്ന് പാസ്സായിട്ട് മേടിച്ചത്. 30 രൂപ വാങ്ങി നമുക്കൊരു ബാൻഡൊക്കെ അവർ തന്നിട്ടുണ്ട്. ബാൻഡൊക്കെ കൈ കെട്ടി നമ്മൾ അകത്തോട്ട് കയറി ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടു. ലൈവ് ചോക്ലേറ്റ് ഫാക്ടറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ലൈവായിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതൊന്നും നമ്മൾ കണ്ടില്ല. ആകെ കണ്ടത് ടി വിയിലെ ലൈവാണ്. ഇനിയിപ്പോൾ ഇതാണോ ഇവർ ലൈവ് ചോക്ലേറ്റ് ഫാക്ടറി എന്ന് ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലായില്ല. ചിലപ്പം ഇതായിരിക്കും അവർ ലൈവ് ചോക്ലേറ്റ് ഫാക്ടറി എന്ന് ഉദ്ദേശിച്ചത്. സത്യം പറഞ്ഞാൽ ഇത് ഫുള്ളി ഡെമോ ആണ്. ടൂറിസ്റ്റുകളെ ആകർഷിക്കാനുള്ളൊരു മാർക്കറ്റിംഗ് തന്ത്രം മാത്രമായിട്ടാണ് എനിക്കിത് തോന്നിയത്. 30 രൂപ നഷ്ടമായല്ലോ എന്നോർത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് കയ്യിൽ കിടന്ന ബാൻഡിൻ്റെ വില അറിഞ്ഞത്. ആ ബാൻഡ് അവരങ്ങ് വാങ്ങി. എന്നിട്ട് നമുക്ക് സാമ്പിളായിട്ട് 2 ചോക്ലേറ്റ് പീസുകൾ തന്നു. ഇതിപ്പം ലാഭമായല്ലോ. 30 രൂപ കൊടുത്തതിനുള്ള 2 ചോക്ലേറ്റ് ആയാലും കിട്ടിയിട്ടുണ്ട്. വലിയ രുചിയൊന്നും തോന്നിയില്ല. എന്നാലും കിട്ടിയതാവട്ടെ എന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ ഇവിടെ ഉള്ളത് ടീ ഫാക്ടറിയാണ്. ഊട്ടിയിൽ എവിടേക്ക് നോക്കിയാലും നല്ല വ്യൂ ആണ്. ഈ മലകളായതുകൊണ്ട് തന്നെ ഇവിടെ എവിടെ നിന്ന് എങ്ങോട്ട് നോക്കിയാലും നല്ല കാഴ്ചകളാണ്. ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. തേയില ഫാക്ടറിയിലേക്കുള്ള ബോർഡ് കണ്ടു. അങ്ങോട്ട് നടക്കുകയാണ്. മൂന്നാറിലെയും പെരിയനാലിലെയും എല്ലാം ഒരുപാട് തേയില ഫാക്ടറികൾ നമ്മൾ ഇതിനു മുമ്പും പോയിട്ടുണ്ട്. അവിടെയെല്ലാം ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന തേയിലയുടെ പച്ച മണമുണ്ടല്ലോ, അത്തരത്തിലൊന്നും എനിക്ക് ഇവിടെ ഫീൽ ചെയ്തില്ല. എന്താണെന്നറിയില്ല. ഏതായാലും കയറി നോക്കാം. ഇവിടെയും 10 രൂപ പാസ് മേടിക്കുന്നുണ്ട്. ചോക്ലേറ്റ് കിട്ടിയതുപോലെ സാമ്പിളായിട്ട് പല തേയിലയും കിട്ടിയാലോ എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞാനിതിനകത്തേക്ക് കയറിയത്. ഇതും ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പാണ്. കുറച്ച് തേയില ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇത് ഇവിടെ തന്നെ കിടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ ഈ ബെഞ്ച് മാർക്ക് ചോക്ലേറ്റ് ഫാക്ടറി ഒരു നല്ല മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ലൈവ് ചോക്ലേറ്റ് ഫാക്ടറി എന്നും ലൈവ് ടീ ഫാക്ടറി എന്നെല്ലാം പറഞ്ഞ് നമ്മളെ വിളിച്ച് കയറ്റിയിട്ട് ഇവിടെ ഡെമോൺസ്ട്രേഷനാണ് നമ്മളെ കാണിച്ചു തരുന്നത്. മേ ബി ഇത് തന്നെയായിരിക്കാം അവരുദ്ദേശിക്കുന്ന ലൈവ്. ഏതായാലും എൻ്റെ മനസ്സിൽ ഞാൻ കരുതിയത് ലൈവായിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു തേയില ഫാക്ടറിയാണ്. നമ്മൾ മൂന്നാറിലെല്ലാം കാണുന്നത് അത്തരത്തിലുള്ള കാഴ്ചകളാണ്. മേ ബി അതുകൊണ്ടാവാം എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായത്. ഏതായാലും ഇവിടെ അത്തരത്തിലൊന്നല്ല. നമുക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കുവാനുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ മാത്രമായിട്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. എന്തായാലും കൊള്ളാം. 10 രൂപ പാസ് വെച്ച് തന്നെ കൂട്ടിയാലും ഒരു ദിവസം 1000 പേരെങ്കിലും കുറഞ്ഞത് ഇവിടെ എത്തും. സീസണാണെങ്കിൽ അതിലും കൂടുതൽ പോകും. എങ്ങനെയാണെങ്കിലും ഒരു 10-15 രൂപ വലിയ ചിലവൊന്നുമില്ലാതെ പോക്കറ്റിലിരിക്കാനുള്ള നല്ല ഐഡിയ ആണിത്. ഈ ലൈവായിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതും തേയില ഉണ്ടാക്കുന്നതൊക്കെ കാണാൻ വരുന്ന ആളുകൾക്ക് ഇഷ്ടംപോലെ ഷോപ്പിങ്ങിനുള്ള അവസരവും ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുതന്നെയാണ് അവരുടെ ഇവിടുത്തെ വിജയവും. ഒരു ചെറിയ മിനി ഫുഡ് കോർട്ടും ഒരു 5D തിയേറ്ററും എല്ലാം ഇവർ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും കൊള്ളാം. നല്ലൊരു ബിസിനസ് ഐഡിയ ആണിത്. ഇതെല്ലാം പറഞ്ഞ് ഞാൻ ഈ തേയില ഫാക്ടറി അകത്തൂടെ നടക്കുകയാണ്. നമുക്ക് വീണ്ടും ഒരു അബദ്ധം കൂടി പറ്റിയെന്ന് മനസ്സിലായി. തേയിലയൊന്നുമല്ല ഇവരുടെ സാമ്പിളായിട്ട് തരുന്നത്, ഒരു കപ്പ് ചായയാണ്. ആ ഒരു കപ്പിൻ്റെ സൈസ് കണ്ട നിങ്ങൾക്ക് ചിലപ്പം ചിരി വരും. ഒരു 2-3 സ്റ്റെപ്പ് കാണും. ഏതായാലും കിട്ടിയതാവട്ടെ എന്ന് കരുതി എൻ്റെ കയ്യിലുള്ള 10 രൂപയുടെ പാസ് കൊടുത്ത് ആ ഒരു ചെറിയ കപ്പ് ചായ ഞാൻ വാങ്ങി. ഏതായാലും ചായ ടേസ്റ്റ് ചെയ്യാമെന്ന് കരുതി മനസ്സിൽ ഫിറോസിക്കയും രതീഷേട്ടനെല്ലാം ചിന്തിച്ചുകൊണ്ട് ഞാൻ ആ ചായ ഒരു 2 സിപ്പ് എടുത്തു. കൊള്ളാം, സൂപ്പർ. ആ ചായയും കുടിച്ച് ബെഞ്ച് മാർക്ക് ചോക്ലേറ്റ് ഫാക്ടറിയോട് യാത്ര പറയുകയാണ്. ഇവിടെ കൂടുതൽ നിന്ന് കാണാനോ അധികമായിട്ടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ബൊട്ടാണിക്കൽ ഗാർഡൻ തന്നെയാണ്. ഊട്ടിലെ ആ ബൊട്ടാണിക്കൽ ഗാർഡൻ ഒന്ന് കാണണം. നമ്മൾ ഇതിനു മുമ്പും ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണെങ്കിലും ഓരോ തവണ വരുമ്പോഴും പുതുമയുള്ള എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ അവിടെ ഉണ്ടാകാറുണ്ട്. ഏതായാലും അടുത്ത ബസ് നോക്കി ഞാൻ താഴേക്ക് ഇറങ്ങി. കാര്യം ഇവിടുത്തെ ഈ ബെഞ്ച് മാർക്ക് ചോക്ലേറ്റ് ഫാക്ടറി പോലെ നിരവധി ഏടുകൾ നമുക്കെല്ലാവർക്കും മനസ്സിൽ തോന്നാറുണ്ട്. പക്ഷേ ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി ഇല്ല എന്നുള്ളതാണ് നമ്മളെല്ലാം ഇതിൽ നിന്ന് പിൻവലിക്കുന്ന ഏറ്റവും വലിയ ഘടകം. ഇവിടെ നിന്ന് അടുത്തത് ബൊട്ടാണിക്കൽ ഗാർഡനാണ് ലക്ഷ്യം. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ കിട്ടിയ ബസ് ഞാൻ ചാടിക്കയറി ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഇറങ്ങി. ഈ വഴിയുടെ 2 സൈഡിലും നിറയെ കടകളുണ്ട്. ഒരു കടയിൽ നമ്മുടെ ഊട്ടി വർക്കി കണ്ടു. പേര് കേട്ടതൊന്നും ഊട്ടിയിലേതോ അങ്കിളാണെന്ന്.
സംഭവം ഊട്ടി കിട്ടണ ഫേമസ് പലഹാരമാണ് ഊട്ടി വർക്കി. 1 കിലോയ്ക്ക് 360 രൂപയാണ് ഇതിന് വില വരുന്നത്. ഞാനേതായാലും 1/2 കിലോ വാങ്ങിക്കാമെന്ന് കരുതി. ഓഫീസിൽ കൊടുക്കാനാണ് പ്ലാൻ. ഇഷ്ടംപോലെ ഐറ്റംസ് ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഒരു ബോക്സ് ചോക്ലേറ്റ് കൂടെ വാങ്ങി ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ മുന്നിൽ ഇഷ്ടംപോലെ കച്ചവടക്കാരാണ്. ഫ്രഷ് ക്യാരറ്റും കുക്കുംബറും ബീട്രൂട്ടും അങ്ങനെ നിരവധി സാധനങ്ങൾ. ഒരു സെറ്റ് ക്യാരറ്റിന് 30 രൂപയാണ് വില പറയുന്നത്. നമ്മൾ ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഒരു സെറ്റ് ക്യാരറ്റ് അങ്ങ് വാങ്ങി തിരിഞ്ഞപ്പോഴാണ് ഊട്ടിപ്പൂ വിൽക്കാൻ വെച്ചിരിക്കുന്നു. എപ്പോൾ നമ്മൾ ഊട്ടിയിൽ വന്നാലും ഈ ഊട്ടിയിൽ വന്നതിൻ്റെ ഓർമ്മ ഒരു 3-4 മാസം നമ്മുടെ മനസ്സിലും വീട്ടിലും തങ്ങി നിൽക്കാറുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഊട്ടിയിൽ വരുമ്പോഴെല്ലാം നമ്മൾ ഈ ഊട്ടിപ്പൂ വാങ്ങും. ഈ ഊട്ടിപ്പൂവിനൊരു പ്രത്യേകതയുണ്ട്. അതൊരു 2-3 മാസം വരെ ഇങ്ങനെ തന്നെ വാടാതെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാ ദിവസവും നമ്മൾ കാണുന്നതുകൊണ്ട് നമ്മൾ ആ ഊട്ടിയിൽ പോയതിൻ്റെ ഒരു ഫീല് നമുക്ക് എല്ലാ ദിവസവും ഇനി ഒരു 3 മാസത്തേക്ക് ഉണ്ടാവും. കഴിഞ്ഞ തവണ വന്നപ്പം 20 രൂപയ്ക്ക് എന്തോ ആണ് ഈ ഒരു കെട്ട് ഊട്ടിപ്പൂ കിട്ടിയിരുന്നത്. എന്തായാലും ഇത്തവണ എത്രയാണ് വിലയെന്ന് അറിയണം, ഒന്ന് ചോദിച്ചു നോക്കാം. പെട്രോളിന് മാത്രമല്ല കേട്ടോ, ഊട്ടിപ്പൂവിനും വില കൂടിയിട്ടുണ്ട്. 50 രൂപയായിരിക്കുന്നു. പെട്രോളിൻ്റെ വില 50 രൂപയിലേക്ക് എത്തിയില്ലെങ്കിലും ഊട്ടിപ്പൂവിൻ്റെ വില തൽക്കാലം 50 ആയിട്ടുണ്ട്. ഞാൻ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അടുത്തേക്ക് നടന്നു. ഇവിടെയും 40 രൂപ തന്നെയാണ് ടിക്കറ്റ്. മൊത്തത്തിലൊരു 40 രൂപ മയം. പാസ് എടുത്തു, അകത്തോട്ട് കയറിയാണ്. ബൊട്ടാണിക്കൽ ഗാർഡൻ അടിപൊളിയാണ്. ഊട്ടിയിലെ മസ്റ്റായിട്ട് നമ്മൾ കണ്ടിരിക്കേണ്ട പ്ലേസുകളൊന്നാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഗാർഡൻ്റെ അകത്ത് കാഴ്ചകൾ കണ്ട് നടക്കുന്നവരെക്കാൾ കൂടുതൽ വിശ്രമിക്കാൻ എത്തിയവരാണ് അധികവും. മരത്തണലിലും പുൽമേട്ടിലുമെല്ലാം ആളുകൾ വിശ്രമിക്കുന്നു. ഒരുപാട് കാഴ്ചകളുണ്ട്. എല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇഷ്ടംപോലെ ചെടികളുണ്ട്. ഇത് കുറച്ചെണ്ണം കിട്ടിയാൽ വീട്ടിൽ കൊണ്ട് പോകാമെന്ന് മനസ്സിലോർത്തു. ഇന്ത്യയുടെ മാപ്പ് ചെടികൾ കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. ആൻഡമാനും ലക്ഷദ്വീപും എല്ലാം ഉണ്ട്. താഴെയായിട്ട് ശ്രീലങ്കയും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. ഫോട്ടോ എടുത്ത് അപ്പോൾ തന്നെ പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്ന സെറ്റപ്പാണിത്. ഊട്ടിയിൽ മിക്ക ടൂറിസ്റ്റ് സ്പോട്ടുകളിലും ഈ പരിപാടി സജീവമാണ്. നമ്മൾ രാവിലെ കണ്ട വാട്ടർ ഏറ്റിയും ഇവിടെയുമുണ്ട്. സംഭവം കൊള്ളാം അല്ലേ? ഊട്ടിയിൽ വന്നിട്ട് ഏതായാലും വെള്ളത്തിന് അധിക ചിലവൊന്നുമായിട്ടില്ല. കുറച്ചു നേരം ബൊട്ടാണിക്കൽ ഗാർഡനിലൂടെ എല്ലാം നടന്ന് കാഴ്ചകളെല്ലാം കണ്ട് അല്പനേരം വിശ്രമിച്ച ശേഷം ഞാൻ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് തിരികെ ഇറങ്ങുകയാണ്. സമയം 2 മണിയായിരിക്കുന്നു. ഇന്ന് ഊട്ടി മാക്സിമം കണ്ട ശേഷം വൈകുന്നേരം കോയമ്പത്തൂർക്കുള്ള ബസ് കയറണം. അവിടെ നിന്ന് കോട്ടയത്തിന് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ടെന്നാണ് വിശ്വാസം. ട്രിപ്പെല്ലാം തീർന്ന് തിരികെ ഓഫീസിൽ പോണ കാര്യം ഓർക്കുമ്പോൾ മനസ്സിലൊരു ബുദ്ധിമുട്ട് തോന്നുന്നു. എന്നും ഇങ്ങനെ ട്രിപ്പൊക്കെ പോയി ഫ്രീ ആയിട്ടങ്ങ് നടക്കാനാണ് ആഗ്രഹം. അല്ലെങ്കിൽ ഈ പിള്ളേരെ പോലെ ഒന്നും അറിയാതെ തുള്ളിക്കളിച്ച് ഈ പറവുകളെ പോലെ പാറിങ്ങ് നടക്കണം. അതേതായാലും ഇനി നടപ്പില്ലല്ലോ എന്നോർത്ത് ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് ഞാൻ ഇറങ്ങുകയാണ്. വെളിയിൽ നമ്മുടെ സൈറ്റ് സീയിങ് ബസ് നിൽപ്പുണ്ടായിരുന്നു. ഈ ബസ് കൊള്ളാം. ഇതുള്ളതുകൊണ്ട് നമ്മുടെ ചിലവ് നല്ല രീതിക്ക് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. 100 രൂപയ്ക്കാണ് നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ കാണുന്നത്. ഇനിയും പോകാനുമുണ്ട്. രാവിലെ തന്നെ ബസ്സിൽ കയറുകയായിരുന്നെങ്കിൽ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളും നമുക്ക് കവർ ചെയ്യാൻ കഴിയുമായിരുന്നു. ഇവിടെ നിന്ന് നേരെ ഇനി റോസ് ഗാർഡനാണ് കാണാൻ പോകുന്നത്. ബസ് കാലിയാണ്. ആകെ 1-2 പേരെ ബസ്സിലുള്ളൂ. ബസ് റോസ് ഗാർഡനിലേക്ക് എത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. സമയം 2:30 ആയിട്ടുണ്ട്. രാവിലെ കഴിച്ച മസാല ദോശയിലും ഉച്ചയ്ക്ക് ബൊട്ടാണിക്കൽ ഗാർഡന് മുമ്പിൽ നിന്ന് കഴിച്ച ഒരു തരം കാറ്റിലുമാണ് ഈ നടപ്പ്. ടിക്കറ്റ് എടുക്കാനായിട്ട് കയ്യിൽ പൈസ ഇല്ലായിരുന്നു. ഇവിടെയും 40 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. രാവിലെ തൊട്ട് 40ൻ്റെ ഒരു കളി തന്നെയാണ്. ഗൂഗിൾ പേ വഴിയാണ് അവസാനം ടിക്കറ്റ് എടുത്തത്. ടിക്കറ്റും എടുത്ത് റോസ് ഗാർഡനിലേക്ക് ഇറങ്ങി. വിശാലമായ റോസ് തോട്ടമാണ്. പല ടൈപ്പ് റോസാ ചെടികളുണ്ട്. ഇവിടെയും ബൊട്ടാണിക്കൽ ഗാർഡനിലും ദോഡാപേട്ടയിലും എല്ലാം കണ്ടതുപോലെ ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് തരുന്നവർ ഇവിടെയുണ്ട്. അവരുടെ ഫോട്ടോകളെല്ലാം അവർ ഡിസ്പ്ലേയും ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് നടക്കുകയാണ്. 40 രൂപയ്ക്കുള്ളതൊന്നും ഇതിൻ്റെ അകത്തില്ല എന്ന് തോന്നുന്ന വിധമായിരുന്നു കാഴ്ചകൾ. അധികം റോസാ ചെടികളൊന്നും പൂക്കളില്ല. ഉള്ളതാണെങ്കിൽ അവിടെ ഇവിടെയായി ഓരോന്നും. കുറച്ചു നേരം മുന്നോട്ട് നടന്നപ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത്. ഈ റോസ് ഗാർഡൻ തട്ടുതട്ടായിട്ട് വിശാലമായി പരന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. നമ്മൾ കണ്ട ഒരു പോർഷൻ മാത്രമാണ് പൂക്കൾ കുറവുള്ളത്. താഴോട്ട് വരുമ്പോൾ നിറയെ റോസാ ചെടികളാണ്. കുറച്ച് ദൂരെ നിന്ന് തന്നെ അകലെ നിൽക്കുന്ന കേരള പോലീസുകാരനെ എനിക്ക് കൃത്യം മനസ്സിലായി. നമ്മുടെ നാട്ടിലെ പോലീസുകാരെ എവിടെ വെച്ച് കണ്ടാലും നമുക്ക് കൃത്യം മനസ്സിലാവും. ഞാൻ അടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. സംഭവം എന്താണെന്ന് വെച്ചാൽ കേരള ഹൈക്കോടതി ജഡ്ജിൻ്റെ പേഴ്സണൽ സ്റ്റാഫാണ്. ജഡ്ജിയും കുടുംബവും ഊട്ടി ഇറങ്ങാൻ വന്നിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മുടെ കേരള പോലീസുകാരൻ ഊട്ടിയിലെത്തിയിരിക്കുന്നത്. എന്തായാലും കൊള്ളാം.
തട്ടുതട്ടായി തിരിച്ച ഈ ഗാർഡൻ്റെ താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ഒരുപാട് റോസാച്ചെടികൾ കണ്ടു. ഇഷ്ടംപോലെ ആളുകളുണ്ട് ഈ കാഴ്ചകൾ കാണാൻ. ഊട്ടി ടൗണിൻ്റെ വിദൂര ദൃശ്യമാണ്. ഊട്ടിയിൽ എങ്ങോട്ട് നോക്കിയാലും അടിപൊളി ഫ്രെയിമുകളാണ്. നമ്മുടെ ക്യാമറയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ മനോഹരമായ കാഴ്ചകളാണ് ഊട്ടിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മുടെ ക്യാമറയിൽ കിട്ടുമ്പോൾ ഇത് എത്ര ക്വാളിറ്റി ഉണ്ടാകുമെന്ന് അറിയില്ല. എങ്കിൽ പോലും അടിപൊളി കാഴ്ചകളാണ് ഊട്ടിയിൽ എങ്ങോട്ട് തിരിഞ്ഞാലും നമുക്ക് കാണാൻ കഴിയുന്നത്. സമയം 3:30 കഴിയുന്നു. ഇനി നമ്മൾ പോകാൻ പ്ലാൻ ചെയ്യുന്നത് ഊട്ടി റെയിൽവേ സ്റ്റേഷനിലോട്ടാണ്. നമ്മുടെ കിഴക്കത്തിലെ രേവതി ചേച്ചിയൊക്കെ വന്നിറങ്ങിയ റെയിൽവേ സ്റ്റേഷൻ. ഊട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ആ ഒരു സീൻ തന്നെയായിരിക്കും. അങ്കമാലിലെ അമ്മാവൻ ആരാന്നാണ് പറഞ്ഞത്? രേവതി ചേച്ചിയും അങ്കമാലിലെ അമ്മാവനെയൊന്നും നമ്മൾ മലയാളികൾ അങ്ങനെ പെട്ടെന്നൊന്നും മറന്നു പോകുന്നതല്ല. ഏതായാലും ഇതെല്ലാം ഓർത്തുകൊണ്ടാണ് ഞാൻ ഊട്ടി റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മേട്ടുപ്പാളയത്തു നിന്ന് കൂണൂർ വഴി ഊട്ടിക്കുള്ള നമ്മുടെ നീലഗിരി മൗണ്ടൻ റെയിൽവേക്ക് ടിക്കറ്റ് കിട്ടുമെന്ന് ഞാൻ ഓൺലൈനിൽ പരതി നോക്കിയിരുന്നു. പക്ഷേ ഈസ്റ്ററും അടുപ്പിച്ചുള്ള അവധികളെല്ലാം കാരണം ടിക്കറ്റൊന്നും കിട്ടാനില്ല. ചെറിയൊരു പ്രതീക്ഷ അവിടെ ചെന്ന് നേരിട്ട് ചോദിക്കുക എന്നുള്ളതാണ്. ഏതായാലും നമ്മളൊന്ന് പരിശ്രമിച്ച് നോക്കുന്നുണ്ട്. ടിക്കറ്റ് കിട്ടിയ ഊട്ടി, ആ പഴഞ്ചൊല്ല് ഏറ്റവും ആപ്റ്റാവുന്ന സ്ഥലത്ത് തന്നെയാണ് ഞാനിപ്പോൾ ഉള്ളത്. ഏതായാലും റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. ടിക്കറ്റ് കിട്ടിയാൽ ഇവിടെ നിന്ന് കൂണൂർ വരെ പോയി അവിടെ നിന്ന് ബസ് കയറി കോയമ്പത്തൂർ വരെ, അവിടെ നിന്ന് വീണ്ടും ട്രെയിനിൽ കോട്ടയത്തേക്ക് പോകാനാണ് പ്ലാൻ. ഇങ്ങനെയെല്ലാം പ്ലാൻ ചെയ്ത് നേരെ കയറി ചെന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ട് സ്റ്റേഷനിൽ. നിറയെ ആളുകൾ, ഒരു ട്രെയിനും വന്ന് കിടപ്പുണ്ട്. ടിക്കറ്റ് കൗണ്ടറിലും ഒരുപാട് ആളുകളുണ്ട്. ഈ തിരക്കും ബഹളമെല്ലാം കണ്ടപ്പോൾ എനിക്ക് ഏകദേശം കാര്യം തീരുമാനമെന്ന് മനസ്സിലായി. നീലഗിരി റെയിൽവേ യാത്ര ചെയ്യാനുള്ള ആഗ്രഹം മനസ്സിൽ തന്നെ വെച്ച് ട്രെയിനും സ്റ്റേഷനുമൊക്കെ കണ്ട് തിരികെ ബസ് സ്റ്റാൻഡിലോട്ട് നടക്കുകയാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ രാവിലെ വന്ന് ബസ് ഇറങ്ങിയ ഊട്ടി ബസ് സ്റ്റാൻഡ്. സമയം 6 മണിയോടെ എടുക്കുന്നു. രാവിലെ 11 മണിയോടുകൂടി ഈ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയതാണ് നമ്മൾ. ഊട്ടിയിലെ അത്യാവശ്യ ചില കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഈ കാഴ്ചകളൊന്നുമല്ലാതെ ഊട്ടിയിൽ ഇനിയും നിരവധി സ്ഥലങ്ങൾ കാണാനുണ്ട്. മറ്റൊരു യാത്രയിൽ ഊട്ടി ഇനിയും ഉൾപ്പെടുത്തണമെന്ന് കരുതി നമ്മൾ കോയമ്പത്തൂർക്കുള്ള ബസ് നോക്കുകയാണ്. ഇവിടെ നിന്ന് ബസ് കയറി കോയമ്പത്തൂർ ചെന്ന് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാത്രി 11 മണിക്ക് എടുക്കുന്ന തിരുവനന്തപുരം സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ട്രെയിൻ. സ്ലീപ്പറിന് 220 രൂപയും ജനറലിനാണെങ്കിൽ 115 രൂപയാണ് ചാർജ്. ചിലവ് ചുരുക്കിയൊരു യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജനറൽ ടിക്കറ്റ് എടുക്കാവുന്നതാണ്. വെളുപ്പിന് 4:00 ഈ ട്രെയിൻ കോട്ടയത്ത് എത്തുമെന്നാണ് കാണിക്കുന്നത്. അങ്ങനെ ഈസ്റ്റർ അവധി മനോഹരമായി ഊട്ടി ചെലവഴിച്ച് നമ്മൾ തിരികെ കോയമ്പത്തൂരുള്ള ബസ് കയറുകയാണ്. മറ്റൊരു മനോഹരമായ യാത്രയുമായി വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഊട്ടിയോടും നിങ്ങളോടും യാത്ര പറയുകയാണ്.